സഹകരണ അംഗ സമാശ്വാസ പദ്ധതി 8ാം ഘട്ടം കോട്ടയം താലൂക്ക് തല സഹായധന വിതരണം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 49,060 പേർക്കായി 103.62 കോടി രൂപ വിതരണം ചെയ്തു. സഹകരണ മേഖലയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഇതുകൂടാതെ സഹകാരികൾ ദീർഘകാലം ഈ മേഖലയിൽ വലിയ രൂപത്തിൽ സേവനമനുഷ്ഠിച്ച് രോഗാതുരരായി മാറിയവർക്ക് ചികിത്സാ സഹായമായി 50,000 രൂപ അവർക്കും ഈ ഘട്ടത്തിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയെല്ലാം ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസവും സഹായവും എത്തിക്കുന്ന ഒട്ടനവധി പദ്ധതികളാണ് നമ്മൾ സഹകരണ മേഖലയിൽ നടപ്പാക്കി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്തവണ 409 ഗുണഭോക്താക്കൾക്കായി 78 സംഘങ്ങളിൽ ഇപ്പോൾ പണം വിതരണം ചെയ്യുകയാണ്. അതിൽ 92,15,000 രൂപയാണ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് ഓരോ ഘട്ടത്തിലെയും സമയബന്ധിതമായി തന്നെ ഞങ്ങളിപ്പോൾ തീർത്ത് വരികയാണ്. ഇതുവരെയുള്ള അപേക്ഷകളെല്ലാം കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ തീർത്തിരുന്നു. അതാണ് ഇന്നിപ്പോൾ ഇവിടെ തരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംഘങ്ങളിലെ സഹകാരികളും അതുപോലെ ഗുണഭോക്താക്കളും ഈ സന്ദർഭത്തിൽ എത്തിച്ചേർന്നവരെല്ലാം പ്രത്യേകമായി സഹകരണ വകുപ്പിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജോസ് ടോം, ഡെപ്യൂട്ടി രജിസ്ട്രാർ KP ഉണ്ണികൃഷ്ണൻ നായർ, ജില്ലാ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, ES ബിജു, ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ JM പോൾ, ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കോമ്പിക്കൻ, പേരൂർ വില്ലേജ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV പ്രദീപ്, അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ദേവസ്യ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡാർലിംഗ് ചെറിയാൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു.